കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പകലൂടെ ഈ കടൽ പ്രദേശത്ത് കടന്നു കടൽ കാഴ്ചകളും തിരമാലകളും കടലിൻ്റെ ഓളങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് കടലിനെ ആസ്വദിക്കുമ്പോൾ തന്നെ ഒരു ദൈവത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ജീവിതത്തിൽ കയറി വരുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം വരുമെന്ന് യേശു കർത്താവിടെ പറയുന്ന ദൈവവചനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ തൻ്റെ അടുക്കൽ വരുന്ന ജനത്തെ കണ്ടിട്ട് ന്യായപ്രമാണ കർമാചാരമായിരുന്ന ആ വലിയ ഭാരം ജനത്തിന്മേൽ അന്ന് അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ അന്നത്തെ നേതാക്കന്മാർ വെച്ചു കൊടുത്തിരുന്നു. കൂടാതെ വലിയ ഭാരങ്ങൾ അവർ തോളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു വിരൽ കൊണ്ടുപോലും അവർ താങ്ങിയോ ഒന്നും ചെയ്യുകയില്ല എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചും അവർക്ക് അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന പങ്കും എന്നുള്ളതായിരുന്നു അവരുടെ ചിന്തയും രീതികളും. ഈ കാലഘട്ടത്തിലാണ് ഈ ജനം ന്യായപ്രമാണ ഈ കർമാചാരത്തിൽ അകപ്പെട്ട് വലിയ ഭാരം ചുമന്ന് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ഈ കാലയളവിലാണ് യേശു സകല ജനത്തെ നോക്കിയിട്ട് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് ഇതൊരു മത നേതാവോ ഒരു മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമങ്ങൾ നിൽക്കുന്നവരൊന്നും പറഞ്ഞതല്ല, യേശു ക്രിസ്തു തന്നെ വിളിച്ചു പറഞ്ഞ വാക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരപ്പെടുന്ന, ജീവിതത്തിൽ അനവധി ക്ലേശങ്ങളുടെ കടന്നു പോകുന്ന, ഹല്ലേലൂയ, പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും തടിയോടുമൊക്കെ മല്ലടിച്ച് ചോര വിയർപ്പാക്കി കഠിനാധ്വാനം ചെയ്ത് ഉപജീവനമാർഗം നടത്തുന്ന അനവധി ആളുകൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലും കാണുവാൻ കഴിയും. അവർക്കും ഇന്ന് ഈ ന്യായപ്രമാണമെന്ന കർമാചാരത്തിൻ്റെ ആ വലിയ ഭാരം പലരുടെയും തോളിൽ വെച്ചു കൊടുത്ത് പല മത നേതാക്കന്മാരും അവരെ വളരെ കഠിനമായ രീതിയിൽ ഭാരപ്പെടുത്തുന്ന, വ്രണപ്പെടുത്തുന്ന, പീഡിപ്പിക്കുന്ന അനുഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിലും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ വചനം വളരെ ആശ്വാസകരമാണ്. ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരമനുഭവിക്കുന്ന, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ശ്രോതാവേ, ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് വിളിച്ചു പറയുന്ന, യേശു ക്രിസ്തു അല്ലെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ ദൈവവചനം നിങ്ങൾ ഹൃദയം കൊണ്ട് ഈ വചനം ഏറ്റെടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഏതായിരുന്നാലും അതിൽ നിങ്ങൾക്കൊരു മോചനം നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങളുടെ ഭാരങ്ങൾ എത്ര വലുതായിരുന്നാലും, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഏതായിരുന്നാലും അതിനൊരു ആശ്വാസം നൽകി നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമായ അല്ലെങ്കിൽ സമാധാനമായ ജീവിതം നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, ദുഃഖത്തിൻ്റെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ, ദാരിദ്ര്യങ്ങൾ, കടക്കണികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ജപ്തികൾ തുടങ്ങി വിവിധ ഭാരങ്ങളാൽ കടന്നു പോകുന്ന അനവധി ആളുകൾ, ജോലി നഷ്ടപ്പെട്ടവരും ജോലിയില്ലാത്തവരും, ഒരു ജോലിക്ക് വേണ്ടി പല ഓഫീസുകൾ കയറിയിറങ്ങി ഒരു ജോലിയും കിട്ടാതെ എല്ലാ പടിവാതിലുകളും നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി ദൂത് പറയുന്നത്, നിൻ്റെ ജീവിത ഭാരങ്ങൾ എത്ര കഠിനമായിരുന്നാലും, നിൻ്റെ ജീവിത പ്രതിസന്ധികൾ എത്ര കഠിനമായിരുന്നാലും അതിൽ നിന്നൊരു മോചനം നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ വചനം അവിടെ അറിയിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വലുതായിരുന്നാലും അത് മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ഒരുപക്ഷെ മനുഷ്യനിൽ നിന്ന് നിങ്ങൾക്കൊരു മറുപടി ആകത്തില്ല. നിങ്ങൾ സ്നേഹിച്ചവരും നിങ്ങളുടെ ഉറ്റവരും ഉടയവരും നിങ്ങളുടെ ബന്ധുമിത്രാദികളും നിങ്ങളുടെ സന്തത സഹചാരികളും നിങ്ങളെ കൈവിടുകയില്ലെന്നൊക്കെ പറഞ്ഞ അനവധി ആളുകൾ കാണാം. ഹല്ലേലൂയ. അവർ പോലും നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ കൈവിട്ട് കളയാം. എന്നാൽ യേശു പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം
ക്രിസ്തുവേശിൽ നിങ്ങളുടെ നിലവുകളെയും ഹൃദയങ്ങളെയും കാക്കുമാറാകും, അല്ലെ ആശ്വസിപ്പിക്കും. അതേ ശ്രോതാവേ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, നീ കടന്നു പോകുന്ന വേദനകൾ, നൊമ്പരങ്ങൾ, നീ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങൾ, ഹൃദയവേദനകൾ, നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഠിനമായ ശോധനയുടെ നടുവിൽ നിനക്കൊരാശ്വാസം നൽകുവാൻ, നിൻ്റെ സ്ഥിതികൾക്കൊരു മാറ്റം നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നീ കണ്ണീരോടെ പ്രാർത്ഥിച്ച, ദൈവത്തിൽ മുട്ടിപ്പായി ചോദിച്ച, രാത്രിയുടെ യാമങ്ങളിൽ നിൻ്റെ കിടക്കയെ കണ്ണീർ കൊണ്ട് നനച്ച ചില പ്രാർത്ഥനയുടെ മറുപടി ഈ നാളുകളിൽ ദൈവം നിനക്ക് നൽകാൻ പോകുകയാണ്. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ആമേലലിയ അതെത്ര കഠിനമായിരുന്നാലും, എത്ര ശോധനയേറിയതായിരുന്നാലും, അതിന് നടുവിൽ യേശു നിനക്കൊരാശ്വാസം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, നിൻ്റെ കുടുംബ പശ്ചാത്തലം, ജീവിത സാഹചര്യം, നിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ച, കുടുംബജീവിതത്തിൻ്റെ തകർച്ച, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, മാതാപിതാക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, കുടുംബജീവിതത്തിനകത്തുണ്ടായ ഭിന്നതകൾ, അത് മുഖാന്തരം നീ ഒറ്റപ്പെട്ടു പോയ അനുഭവമാണോ? ഹല്ലേലൂയ. അതിൻ്റെ നിലയിൽ നീ ഭാരപ്പെട്ട് മനം കലങ്ങി, നീ നിരാശപ്പെട്ടു പോകാതെ എല്ലാറ്റിനും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് നിന്നെ സഹായിക്കും. ഒരുപക്ഷെ നിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന ഈ കടലിൽ നിന്നും ഉയർന്നു വരുന്ന ഈ വൻ തിരമാലകളെ പോലെ നിൻ്റെ ജീവിത പ്രശ്നങ്ങളായിരിക്കാം. ഏതുമാകട്ടെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നാൽ പോലും ഈ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിച്ച് അത് വെറുതെ മടങ്ങിപ്പോകുന്നത് പോലെ നീ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ തിരമാലകൾ പോലെ ഉയർന്നിരുന്നാലും, അത് നിന്നെ തകർക്കുമെന്ന് തോന്നിയാലും, ആ തിരമാലകൾ മടങ്ങിപ്പോയതുപോലെ നിൻ്റെ പ്രശ്നങ്ങളെ കർത്താവ് നീക്കിത്തരുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ നീ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് യേശുവിന് വേണ്ടി നിൻ്റെ ഹൃദയം പകർന്നു കൊടുക്കുന്നെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നിനക്ക് നഷ്ടമായ ജീവിതത്തെ, നഷ്ടപ്പെട്ട നന്മകളെ, നഷ്ടപ്പെട്ട ജോലിയെ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ട കുടുംബജീവിതത്തെ ദൈവം വീട് ദാസ്ഥാനപ്പെടുത്തി നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്, നിങ്ങൾ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പണിതെടുപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നീ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ദുഃഖത്തിൻ്റെ കരിനീരിലാണോ നീ കടന്നു പോകുന്നത്? അതിൻ്റെ തണിയിൽ നീ ഭാരപ്പെടാതെ യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്ത് ഇന്ന് പകൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കും. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക: യേശുവേ, ഈ സകലത്തെയും സൃഷ്ടിച്ച ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും കരയും കടലിനെ സൃഷ്ടിച്ച് കടലിലെ വെള്ളങ്ങൾ, തിരമാലകൾക്ക് കരയെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ മണൽ കൊണ്ട് അതിരിട്ട ദൈവമേ, അങ്ങ് സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമാണ്. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ജീവിത ക്ലേശങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ, ഈ മാറാ രോഗത്തിൽ നിന്ന്, കടബാധയിൽ നിന്ന്, തകർന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന്, മരണത്തിൻ്റെ നിഴലിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ വിഷയങ്ങൾക്കൊരു പരിഹാരം നൽകി എന്നെ ആശ്വാസത്തിലേക്ക് നയിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് നയിച്ചൊരു സമാധാനം നൽകണമേ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. അങ്ങേക്ക് മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. യേശുവെ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും യേശു മറുപടി നൽകും. അത് ഇന്ന് പകൽ വചനം കേൾക്കുന്ന ശ്രോതാവേ, ഈ വചനം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.